ലാൽ സലാം ബോക്സ് ഓഫീസിൻ്റെ ഒരേ ഒരു ചക്രവർത്തി ഇവിടെ തൂക്കിയെടി തുടരുകയാണ്. ഭീകരനാണ് അയാൾ. ബോക്സ് ഓഫീസിനെ ഒറ്റയ്ക്ക് നിന്ന് കത്തിക്കുകയാണ്. 180 കോടിയും കടന്ന് ദൃശ്യം 3 മുന്നോട്ട് കുതിക്കുമ്പോൾ 7-ാം ദിനത്തിലും ഭീകര കളക്ഷൻ കാണാൻ കഴിയുന്നു. ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ, ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ 4 കോടി 87 ലക്ഷം രൂപയും കടന്നിരിക്കുന്നു. അതായത് 5.5 കോടിക്കടുത്ത് ഇപ്പോൾ തന്നെ കളക്ഷൻ വന്നിരിക്കുന്നു. ഇന്നലെ 5.25 കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് അത് 7 കോടിക്ക് മുകളിൽ പോകുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. ഇതിനോടകം തന്നെ 2,90,000 ടിക്കറ്റുകളും വിറ്റുപോയിരിക്കുന്നു. ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം 4 ലക്ഷം ടിക്കറ്റിനടുത്ത് അല്ലെങ്കിൽ 3.5 ലക്ഷം ടിക്കറ്റിന് മുകളിലേക്ക് പോകുമെന്നുള്ളത്. അതെ, തീയാണ് ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ കത്തിക്കുകയാണ്. ഈ ഒരു അവതാര സിംഹം അല്ലെങ്കിൽ ഒരു താണ്ഡവമാടുന്ന രാവണൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനൊക്കെ മുകളിലുള്ള ഓരോ വാക്കുകൾ വേണം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അത്ര ഭീകരമായിട്ട് ബോക്സ് ഓഫീസിനെ ഒറ്റയ്ക്ക് നിന്ന് പച്ചയ്ക്ക് കൊളുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ബുധനാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിട്ടും മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. ഇന്നത്തോടെ സിനിമ 185 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരുമ്പോൾ സിനിമ ഏകദേശം 8 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന്. 2026 ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഒരു പ്രത്യേക ഗണത്തിലേക്ക് ഈ മലയാള സിനിമയും എത്തുകയാണ്. ദുരന്തർ 238 കോടി നേടിയപ്പോൾ രാജാ സാഹിബ് 90 കോടി നേടി ഇന്ത്യൻ ഹയസ്റ്റ് ഓപ്പണറായിട്ട്. അതുപോലെ പിന്നീട് ബോർഡർ 45 കോടി നേടിയപ്പോൾ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു 51 കോടിക്ക് മുകളിലേക്ക് നേടിയതായിട്ട്. ദൃശ്യം 3യുടെ കർണാടക കളക്ഷൻ 11 കോടിക്കടുത്തേക്ക് എത്തുകയാണ് 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ. മഞ്ഞുമൽ ബോയ്സിൻ്റെ 15 കോടി 83 ലക്ഷം രൂപ എന്നുള്ള ആ റെക്കോർഡ് ഈ ഒരു സിനിമ തകർത്തിരിക്കും. തമിഴ്നാട്ടിൽ നിന്ന് 6.25 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങും അതേപോലെയുള്ള തിരക്കുമാണ് സിനിമയ്ക്ക്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 60 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും നമുക്ക് ഇതിനോടൊക്കെ ഒപ്പം കൂട്ടിവെക്കാം എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം ഏകദേശം 55 കോടിയോളമായിട്ടുണ്ട് ഇതുവരെ. ഇത് ഇന്ന് വൈകുന്നേരത്തോടെ 60 കോടി കടക്കുമെന്നുള്ളതാണ്. സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്ര പേസിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ദിവസങ്ങളായിട്ടും ഒരു രീതിയിലും ബുക്കിംഗ് കുറയാൻ സിനിമയ്ക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ആരൊക്കെ ശ്രമിച്ചാലും എത്രത്തോളം ഡീഗ്രേഡ് ചെയ്ത് കരഞ്ഞാലും നടക്കില്ല മക്കളെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എമ്പുരാൻ്റെ റെക്കോർഡും തകർത്തുകൊണ്ടേ ഈ സിനിമ പോവുകയുള്ളൂ. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് 7-ാം ദിനം 7 കോടി നേടിയാൽ അതൊരു പുതിയ റെക്കോർഡായിരിക്കും. എന്തായാലും 6 കോടിക്ക് തൊട്ടടുത്ത് ഈ സിനിമ എത്തുമെന്നുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബുക്കിംഗ് നമുക്ക് കാണിച്ചു തരികയാണ്. 150 കോടിക്ക് മുകളിൽ നേടിയ 3 ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെ പേരിലുള്ളത്. വേറെ ഒരു നടനും മലയാളത്തിൽ അങ്ങനെ ഒരു അവകാശമില്ല. അതിനെയും ഈ ഒരു സിനിമ 200 കോടി കടക്കുമ്പോൾ അതും മോഹൻലാലിൻ്റെ പേരിലേക്ക് എത്തുന്നതാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു റെക്കോർഡില്ല എന്നുള്ളതാണ്. ഇന്നലത്തെ ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ വരുമ്പോൾ 5 കോടി 71 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കേരള കളക്ഷൻ. 35 ലക്ഷം രൂപ കർണാടക കളക്ഷനും. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 62 ലക്ഷവും തമിഴ്നാട്ടിൽ നിന്ന് 38 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 21 ലക്ഷം രൂപയുമാണ് സിനിമയ്ക്ക് നേടിയതായി റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്താണേലും പച്ചയ്ക്ക് കൊളുത്തുകയാണ് ബോക്സ് ഓഫീസ്. ഇതിൻ്റെ അമരത്ത് നിൽക്കുന്ന മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടനുമാണ്. എന്തായാലും ദൃശ്യം 3 ഇതാ തീ പടർത്തിക്കൊണ്ട് കേരള ബോക്സ് ഓഫീസിനെ മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിനെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. 6 ദിവസം കൊണ്ട് 170 കോടി കടന്ന ചിത്രം ഇന്നത്തോടെ 180 കോടി കടക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. അതുകൂടാതെ മറ്റൊരു കാര്യം, ബുക്ക് മൈ ഷോയിൽ അതിഗംഭീരമായിട്ടുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 8.4 ആണ് 10ൽ ലഭിച്ചിരിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് 27 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള കണക്കുകളും വരുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. മനസ്സിലാവും.